കോട്ടയത്തെ പനച്ചിക്കാട് പഞ്ചായത്തിലെ പാറക്കുളം ഗ്രാമത്തിന് തുഴപ്പണിക്കാരുടെ താവളം എന്ന പേരുകൂടിയുണ്ട്. കേരളത്തിൽ ഇവിടെ രണ്ടിടത്ത് മാത്രമാണ് തുഴപ്പണി പ്രൊഫഷണലായി നടക്കുന്നത്. വേമ്പനാട് റഡർ വർക്ക്സ് അതിലൊന്നാണ്. ഇത് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1989 തുടങ്ങിയതായി ഈ പനയുടെ പണി. ഈ തുഴയുടെ ജോലി ചെയ്യുന്നത് ഈ കേരളത്തിൽ ഞങ്ങൾ മാത്രമേ, അതായത് വേമ്പനാട് റഡർ വർക്ക്സ്, പിന്നെ നെല്ലിക്കലുണ്ട്, അവർ മാത്രമേ, വേറെ എങ്ങും ഇല്ല തുഴയുടെ പരിപാടി വർക്ക്. നമുക്ക് സ്ഥിരം ഇവിടെ വർക്കുള്ളതാണ്. അതായത് നമുക്ക് തൂമ്പ, കൈ, സാധാരണ കടയിൽ കൊടുക്കാനുള്ള തുഴയുടെ പണികളെന്നും ഉണ്ട്. റെഗുലറായിട്ട് നമുക്ക് പണി, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ നമുക്ക് ഓഫ്. പിന്നെ ഈ സീസൺ സമയമാകുമ്പോൾ 3 മാസം നമുക്ക് ഓർഡറാണ് വള്ളംകളിയുടെ. അതായത് അവർ ഓർഡർ തരുമോ നമുക്ക് നേരത്തെ തന്നെ, നമ്മൾ ആ കറക്റ്റ് സമയത്ത് സാധനം കൊടുക്കുക. അവർ വന്ന് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക, അല്ല അളവ് വരാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മെഷനറികളുടെ കാലമാണെങ്കിലും ഇവിടെ കൈക്കരുത്ത് തന്നെയാണ് പ്രധാനം. ഉളിയും മഴുവും ചിന്തേരുമൊക്കെയാണ് മുഖ്യ ആയുധങ്ങൾ. നമ്മളിതുപോലെ എല്ലാം ഈ ചെയ്യുന്നതെല്ലാം കയ്യിൽ പരിപാടി, മിഷനറി ഒന്നുമില്ല ഇതിനകത്ത്. മിഷനറിയിൽ എല്ലാവരും കയ്യിൽ ഉപയോഗിച്ച് ഈ മഴു, ഇതുപോലത്തെ ആക്സിലിൻ്റെ മഴു വെച്ചും ഉളിയും ചിന്തേരും വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിത് ഫിനിഷിങ് ആകുന്നത്. അതായത് പനയുടെ ചോറ് കളയുന്ന തൂമ്പായിക്കാണ്, അതിന് മിഷനറി ഇല്ല. ഇപ്പോൾ ഒരു അടുത്ത കാലത്താണ് ഈ മിഷ്യൻവാൾ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ മിഷ്യൻവാളൊക്കെ കണ്ടിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ കൈവാളിന് വലിച്ച് കണ്ടിക്കുമായിരുന്നു. നല്ല ലക്ഷണമൊത്ത വലിയ ചൂണ്ടപ്പനകൾ കിട്ടിയാലേ തുഴയൊരുക്കൽ നടക്കൂ. പന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടായ അധ്വാനമാണ്. ആ അധ്വാനം പല ദേശക്കാരുടെ ആവേശാരവങ്ങൾക്ക് കൂടിയാണ്. ഇത് ചൂണ്ടപ്പന, ചെത്തുപന. ഇത് നമ്മൾ കിഴക്കൻ പ്രദേശത്ത് പോയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് അവിടെയുള്ള ഈ സംഭവം നല്ല പനകളുള്ളത്. അത് നമ്മളിവിടുന്ന് പണിക്കാരുമായിട്ട് പോയി കച്ചവടം ചെയ്ത് വെട്ടി നമ്മുടെ അളവിന് ഇവിടെ കൊണ്ടുവരിക. അതായത് 5 അടി അളവ്, 10 അടി അളവിന് നമ്മളിവിടെ കൊണ്ടുവരിക. അതിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പം വള്ളംകളിക്കാർ വരുന്ന നീളത്തിന് നമ്മളത് മുറിച്ച് അവർക്ക് തുഴയുണ്ടാക്കി കൊടുക്കുക. അത് ആറന്മുളത്തുഴയ്ക്ക് പ്രത്യേക മോഡലാണ്, അതിന് വേറെ അളവുമാണ്. അതേ ഉള്ളൂ മോഡൽ കൂടിയ ഇത്. വേറെ വെറൈറ്റി മോഡലായിട്ടുള്ളത് ആറന്മുളത്തുഴ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന തുഴയൊക്കെ 7.5 വീതി, 8 ഇഞ്ച് വീതിയൊക്കെ വേണം ഈ തുഴയ്ക്ക്. അതും ദർബല്യാണ് നമുക്ക് കിട്ടാൻ, ഈ പനപ്പുളിപ്പെന്ന് കിട്ടാൻ. വണ്ണമുള്ള പനയും വേണം അതിന്. തുഴച്ചിൽക്കാർക്ക് മാത്രമല്ല, തുഴ ഒരുക്കുന്നവരുടെ മനസ്സിലും വള്ളംകളിയുടെ ആവേശവും ആരവവുമുണ്ട്. ഏറെ ആകാംക്ഷയോടെയാണ് ഇവർ ഓരോ സ്ഥലത്തെയും വള്ളംകളിക്കായി കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വള്ളംകളിയെ പറ്റി ഭയങ്കര ആവശ്യം. ഞങ്ങൾക്ക് ഇവിടെ ഒരു വള്ളംകളി നടത്തണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറു വള്ളം എടുത്തിട്ട് വള്ളംകളി നടത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ നമ്മളങ്ങനെ ഈ വള്ളംകളി നടക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റാറില്ല. ഞന്ന് ഓർഡറാണ്. മറ്റേ കളികൾക്കെല്ലാം തുഴ കൊടുക്കുന്നത് ചിലപ്പം. പിന്നെ ചില സമയത്ത് പോയിട്ടുണ്ട്. നമ്മൾ ഈ തുഴ കൊടുക്കുമ്പോൾ എല്ലാവരും ജയിച്ചു വരണമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരാളെ അങ്ങനെ കുറ്റം അതിനകത്ത് പറയാൻ പറ്റത്തില്ല. ഒരു ടീമിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത തുഴക്കാർ ജയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളിവിടെ നിന്ന് കണ്ടുകൊണ്ടായിരുന്നു ഈ പണിയിൽ നിന്നും ചെയ്യുന്ന വള്ളംകളി കണ്ടുകൊണ്ട്. തുഴയുടെ മുകളിലത്തെ പിടി ചെത്തിയൊരുക്കി പശയിട്ടുറപ്പിക്കാൻ ഏറെ ക്ഷമയും ശ്രദ്ധയും വേണം. പെരുമരത്തടി മുറിച്ചെടുത്ത ചെറു കഷ്ണങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത്. ഇത് നമ്മൾ പെരുമരത്തിൻ്റെ പിടിയാണ്, പെരുമരം. ഇതിൻ്റെ നീളം 5 ഇഞ്ച്, ചിലർക്ക് 6 ഇഞ്ച് ഒക്കെ വരും. അത് ഈ കുട്ടനാടൻ പ്രദേശത്തുള്ളവർക്ക്, കുട്ടനാട്, കൊല്ലം, അവർക്കാണ് പ്രത്യേകത. ഇവിടേക്ക് പിടിക്ക് ആയം കിട്ടാൻ വേണ്ടി പിടിയുണ്ടല്ലോ, മറ്റേ റൗണ്ട് വട്ടല്ലേ, അതുകൊണ്ടാണ് ഈ പിടിക്ക് വേണ്ടി അവർ ആയം കിട്ടാൻ വേണ്ടിയാണ് ഈ പിടിയിടുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ നെഹ്റു ട്രോഫിക്ക് തുഴ കൊടുത്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിനാണ്, CBSE. അവർക്കാണ് ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിരണം ചുണ്ടന് കൊടുത്തു, അത് കഴിഞ്ഞ് കാരിച്ചാലിന് കൊടുത്തു, അത് കഴിഞ്ഞ് UBC, VBC, പിന്നെ ചെറുവള്ളങ്ങളായിട്ടുള്ളത് വേലങ്ങാടൻ, മാമൂടൻ, തുരുത്തിത്തറ, പായിപ്പാടൻ, ചെറുതന. ഇതിനെല്ലാം ഞങ്ങൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്ന തുഴ. ഇത് നമ്മളൊരു തുഴ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഒരു ഇത്, അതായത് തുഴ നമ്മൾ ഒരു പൊളിപ്പൻ നമ്മൾ വരച്ച് ഷെയ്പ്പാക്കി അത് കനം കുറച്ച് അതിൻ്റെ ഫിനിഷിങ് ആക്കുന്നത് നമ്മുടെ മനസ്സിലൊരു കണക്കുണ്ട്. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. ആ തുഴയുടെ പണി തീരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മനസ്സിലൊരു സന്തോഷം വരുന്നത്. വള്ളംകളിയുടെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ നമുക്ക് മറക്കാതിരിക്കാം അതിൻ്റെ അണിയറ ശില്പികളെ.